വാർത്തയിലേക്ക് വിശദമായി. കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവത്തിൽ 2 പേർക്കെതിരെ നടപടി. സിപിഒമാരായ സുധീഷ്, ബോസ്കോ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കാണ് ഇരുവർക്കുമെതിരെ നടപടിയെടുത്തത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ബൈക്ക് വെച്ചിരിക്കുന്നതിനെ തുടർന്നുള്ള തർക്കമാണ് പോലീസുകാരുടെ അടിപിടിയിൽ കലാശിച്ചത്. സിവിൽ പോലീസ് ഓഫീസർമാരാണ് തമ്മിലടിച്ചത്. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതൊരു സംഘർഷത്തിലേക്ക്, കയ്യാങ്കളിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഇതിലൊരാൾ അവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്നു, അപ്പോൾ മറ്റൊരാൾ അത് ചോദ്യം ചെയ്യുന്നു. ഇത് വാക്കേറ്റത്തിലേക്കും തുടർന്ന് തമ്മിലടിയിലേക്കും പോകുന്നു. ഇതിൽ ഒരു പോലീസുകാരന് തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. തമ്മിൽ അടിക്കിടെ ഈ ജനലിൽ കൊണ്ട് തലയ്ക്ക് മുറിവ് പറ്റുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പരിക്ക് പറ്റിയതിനെ തുടർന്ന് എസ്ഐയുടെ മുറിയിലേക്ക് ഓടിച്ചെല്ലുകയും തന്നെ മറ്റേയാൾ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് റോഡിന് പുറത്തേക്കൊക്കെ എത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയവരും ഒപ്പം തന്നെ നാട്ടുകാരിൽ ചിലരെങ്കിലും ഇത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം പോലീസ് ഈ വിവരം മറച്ചുവെക്കുകയായിരുന്നു. പോലീസ് ഒരു കേന്ദ്രങ്ങളും ഇതിനെക്കുറിച്ചുള്ള വിവരം പുറത്തുവിട്ടില്ല. പിന്നീട് മാധ്യമങ്ങൾക്ക് ഈ വിവരം ലഭിക്കുകയും വാർത്തയാകുകയും ചെയ്തതോടുകൂടിയാണ് തിരക്ക് പിടിച്ചൊരു നടപടിയിലേക്ക് കടന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ റിപ്പോർട്ടിംഗ് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബോസ്കോ, സുധീഷ് എന്നീ 2 പേർക്കെതിരെ സസ്പെൻഷൻ നടപടി എടുത്തുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ഉത്തരവിട്ടത്. എന്തായാലും ഇതിന് നിരവധി ആളുകൾ ദൃക്സാക്ഷികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ, അതായത് പോലീസിനെ സംബന്ധിച്ച് ഇവർക്ക് 2 പേർക്കും പരാതിയില്ലെങ്കിൽ പോലും പോലീസിന്റെ ഒരു അച്ചടക്കമടക്കം ചോദ്യം ചെയ്യുന്ന നടപടിയാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഇതിലൊരാൾ പരാതിപ്പെട്ടെങ്കിലും ആ പരാതി ആദ്യഘട്ടത്തിൽ പോലീസ് സ്വീകരിച്ചില്ല. തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നടത്തിയ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥരുടെയൊക്കെ വിവരം അവരിൽ നിന്ന് മൊഴി കൂടി രേഖപ്പെടുത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് എത്തിയത്. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് ഇതുണ്ടായി എന്ന് അറിഞ്ഞ് വാർത്ത വന്നതോടുകൂടി ആ പ്രദേശത്തടക്കം ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ബൈക്ക് പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് 2 പേരുടെ സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുന്നത്.